രാജ്ഭവനിൽ താൻ പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയതിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് അതൃപ്തി അറിയിക്കാൻ ഗവർണർ. രാജ്ഭവനിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങുകളിൽ ഭാരതാംബ ചിത്രം ഉണ്ടാകും. ഭാരതാംബ ചിത്രം ഉണ്ടാകില്ല എന്ന് അറിയിച്ചുവെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചു. സത്യപ്രതിജ്ഞ പോലുള്ള പരിപാടികളിൽ ചിത്രം ഉണ്ടാകില്ല. അതേസമയം ചിത്രം ഒഴിവാക്കുമെന്ന് ഗവർണർ അറിയിച്ചെന്ന് മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഇന്ന് മന്ത്രി വി ശിവൻകുട്ടിയും ആവർത്തിച്ചു. പ്രതികരണത്തിലേക്ക്. ഗവർണർക്കും ബോധ്യപ്പെട്ടു എന്നാണ് തോന്നുന്നത്. കാരണം പിന്നീട് അതിലൊരു വിശദീകരണം വന്നത് ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരത്തിലുള്ള ഒരു ചിഹ്നവും വെക്കില്ല എന്ന് തന്നെ അറിയിക്കുന്ന നില രാജ്ഭവൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത്തരമൊരു പ്രസ്താവന നൽകുന്നതിനിടയായത് ഈ സ്വീകരിച്ച നടപടിയിൽ എന്തോ അപാകതയുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ. ഏതായാലും സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാണ്. അത് അംഗീകൃത നടപടിക്രമങ്ങളനുസരിച്ച് മാത്രമേ പരിപാടികൾ നടത്താൻ പാടുള്ളൂ. ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും പ്രദർശനം അവിടെ നടത്താൻ പറ്റില്ല. ആർക്കും ഈ സാധ്യത പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇടയ്ക്ക് അദ്ദേഹം ഗവൺമെൻറ് അറിയിച്ചല്ലോ, ഇനി മേലാൽ ഈ കാര്യം അങ്ങനെ ഉണ്ടാവില്ലെന്ന് അറിയിച്ചല്ലോ. മന്ത്രിമാരുടെ വീടും ഓഫീസും രാജ്ഭവനും എന്നെല്ലാം പറഞ്ഞാൽ അവിടെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ചിഹ്നങ്ങളും ഇഷ്ടപ്പെട്ട പ്രതിമകളും കൊണ്ടുവച്ച് പൂജിക്കാൻ വേണ്ട സ്ഥലമൊന്നുമല്ലല്ലോ. ഞങ്ങളുടെ പ്രതിനിധികൾ ബി ദിലീപ് കുമാർ, ഷഫീദ് റാവുത്തർ എന്നിവർ തത്സമയം വിശദാംശങ്ങളുമായിട്ട്. ആദ്യം ബി ദിലീപ് കുമാറിലേക്കാണ്. ദിലീപ്, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതൊരു വലിയ ആശയക്കുഴപ്പത്തിലേക്ക് വഴി മാറ്റിയിരുന്നു. ഇപ്പോൾ കൃത്യമായി തന്നെ ഒരു ഔദ്യോഗിക വിശദീകരണം എന്ന തരത്തിലേക്ക് അത് പുറത്തു വരികയാണോ? രാജ്ഭവൻ വിശദീകരണം നൽകിയിട്ടുണ്ടോ? അങ്ങനെയൊന്ന് തങ്ങൾ അറിയിച്ചിട്ടില്ല. സത്യപ്രതിജ്ഞ പോലെയുള്ള ചടങ്ങ് എന്നതിനപ്പുറത്തേക്ക് ഈ വിളക്കോ അതുപോലെ ഭാരതാംബയുടെ കാവിക്കുടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കാമെന്ന് രാജ്ഭവൻ തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളത് ഔദ്യോഗിക തീരുമാനമായി തന്നെ അവർ അറിയിച്ചിട്ടുണ്ടോ? അനുജ, അങ്ങനെ ഒരു തീരുമാനം ഔദ്യോഗികമായി മുഖ്യമന്ത്രി അറിയിച്ചിട്ടില്ല എന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ പറയുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അത്തരമൊരു കത്ത് നൽകിയിട്ടില്ല സംസ്ഥാന സർക്കാരിന്. രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികൾക്ക്, അത് ഉദ്ഘാടന ചടങ്ങുകളായിട്ടുള്ള പരിപാടികളാണെങ്കിൽ അവിടെ ഭാരതാംബയുടെ ചിത്രമുണ്ടാകും. അതിനു മുന്നിൽ വിളക്ക് കൊളുത്തും, പുഷ്പാർച്ചന നടത്തും. ഇക്കാര്യം, ഈ നിലപാടിൽ മാറ്റമില്ല എന്ന കാര്യവും രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. അതേസമയം രാജ്ഭവനിൽ നടക്കുന്ന മറ്റ് ഔദ്യോഗിക പരിപാടികൾ, പ്രത്യേകിച്ച് സത്യപ്രതിജ്ഞ പോലുള്ള പരിപാടികൾ, അത്തരം പരിപാടികൾക്ക് വിളക്ക് കൊളുത്തലിൻ്റെ ആവശ്യമില്ല. അത് പ്രതിജ്ഞ ചൊല്ലുന്നതാണ്. അതുകൊണ്ട് പരിപാടികളിൽ, അത്തരം പരിപാടികളിൽ ഈ വിളക്ക് കൊളുത്തൽ, ഈ ഭാരതാംബയുടെ ചിത്രമോ വിളക്ക് കൊളുത്തലോ ഉണ്ടാകില്ല എന്ന കാര്യമാണ് രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇക്കാര്യത്തിൽ രാജ്ഭവനിലെ ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും മാധ്യമപ്രവർത്തകനുമായ പി ശ്രീകുമാർ നേരത്തെ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ഈ നിലപാടുകൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം എഴുതിയിരുന്നു. ആ ലേഖനത്തിലും ഇക്കാര്യം പറഞ്ഞിരുന്നതാണ്. ഔദ്യോഗിക പരിപാടികൾ, സത്യപ്രതിജ്ഞ പോലുള്ളവയിൽ വിളക്ക് കൊളുത്തൽ ഉണ്ടാവില്ല, ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകില്ല എന്ന കാര്യം. അതേസമയം രാജ്ഭവൻ ആതിഥ്യമരുളുന്ന പരിപാടികൾക്കാണെങ്കിൽ ആ പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രമുണ്ടാകും, വിളക്ക് കൊളുത്തലും ഉണ്ടാകും. അതിൽ മാറ്റമില്ല. അങ്ങനെ രാജ്ഭവനിൽ വെച്ച് സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടികൾ നടത്തുകയാണെങ്കിൽ അതിലും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് സർക്കാരിന് വേണമെങ്കിൽ രാജ്ഭവന് പുറത്ത് ഈ പരിപാടികൾ നടത്തിക്കൊട്ടെ എന്ന നിലപാടാണ് രാജ്ഭവനുള്ളത്. കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു, ബഹിഷ്കരിച്ചിരുന്നു. അത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന കാര്യത്തിൽ നേരത്തെ തന്നെ രാജ്ഭവൻ ഇക്കാര്യത്തിലൊരു വിശദീകരണ കുറിപ്പ് ഇറക്കിയിരുന്നതാണ്. ഗവർണർക്ക് ഇക്കാര്യത്തിലുള്ള കടുത്ത അതൃപ്തി ആ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നതാണ്. ഈ അതൃപ്തി മുഖ്യമന്ത്രിയെ നേരിട്ടറിയിക്കാനാണ് ഗവർണർ തീരുമാനമെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇനി നേരിൽ കാണുമ്പോൾ ഗവർണർ ഇക്കാര്യത്തിലുള്ള അതൃപ്തി അറിയിക്കും. അതാണ്. ഷഫീദ് റാവുത്തർ കൂടിയുണ്ട്. ഷഫീദ്, ഇപ്പോൾ രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് അവർ മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിക്കാൻ പോകുന്നു, പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നിലപാട്. സർക്കാരിന്റെ തുടർ നടപടി എന്ത് എന്നുള്ളതും പ്രധാനമാണല്ലോ. ഒരു കത്ത് നൽകാനുള്ള സാധ്യത അതെങ്ങനെയാണ്? അതിൽ നിയമോപദേശം തേടുന്നുണ്ട്. അങ്ങനെ നൽകാൻ കഴിയുമോ എന്നൊക്കെയുള്ളത്, അതിൻ്റെ സാധുത എത്രത്തോളം ആകുമെന്നുള്ളത്. അങ്ങനെ ആ തരത്തിലേക്ക് ഏത് രീതിയിലേക്കാണ് സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളതും പ്രധാനമാണല്ലോ. അനുജ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഔദ്യോഗിക പരിപാടികളിൽ വിവാദമായിട്ടുള്ള ഭാരതാംബ ചിത്രം സ്ഥാപിക്കില്ല, അതിൽ പുഷ്പാർച്ചന ഉണ്ടാകില്ല, വിളക്ക് കൊളുത്തൽ ഉണ്ടാകില്ല എന്ന രാജ്ഭവൻ ഉറപ്പ് നൽകി എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അതിനെ അപ്പാടെ തള്ളിക്കൊണ്ട് രാജ്ഭവൻ നിലപാടെടുത്തത് സംസ്ഥാന സർക്കാരിനെയും
ചൊടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് മന്ത്രി വി ശിവൻകുട്ടി പറയാനുള്ളത്. പൊതുചടങ്ങിൽ പറഞ്ഞിട്ട് രാജ്ഭവനിൽ നിന്ന് പ്രോട്ടോകോൾ അടക്കമുള്ള കാര്യങ്ങൾ നോക്കാതെ ഇറങ്ങി വന്നത് എന്നുള്ളതാണ് പൊതുവിലയിരുത്തൽ. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി ഗവർണർ രാജേന്ദ്ര ആർലേക്കറിനോട് ഇതുവരെയും കാട്ടിയ ഒരു ഡിപ്ലോമസി ഉണ്ട്. അത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയമായൊരു തീരുമാനം ഇതിനോടകം തന്നെ CPM-ഉം LDF-ഉം സർക്കാരും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ക്യാബിനറ്റിലെ മിക്ക മന്ത്രിമാരും ഗവർണർ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പരസ്യ പ്രതികരണം തന്നെ നടത്തിക്കൊണ്ട് രംഗത്തെത്തിയത്. ഇനി ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എന്ത് തുടർനീക്കം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നിയമ സെക്രട്ടറിയോട് നിയമോപദേശം തേടിയിരുന്നു. ആ നിയമോപദേശത്തിൻ്റെ ആദ്യ പ്രതികരണം നിയമ സെക്രട്ടറി സംസ്ഥാന സർക്കാരിന് കൈമാറി എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും അടക്കം ഈ വിഷയത്തിൽ ഒരു വിശദമായ കൂടിയാലോചന നടത്തിയ ശേഷം മാത്രമേ രാജ്ഭവനെതിരെ ഗവർണർക്കെതിരെ ഈ വിഷയത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. അതേസമയം ഈ വിഷയത്തിൽ CPM-ന്റെ മുഖപത്രത്തിലടക്കം വലിയ വിമർശനം രാജ്ഭവനെതിരെയും ഗവർണർക്കെതിരെയും ഇന്ന് ഉണ്ടായിട്ടുണ്ട്. RSS ശാഖയല്ല രാജ്ഭവനെന്നും രാജേന്ദ്ര ആർലേക്കർ മുൻഗാമിയേക്കാൾ ഒട്ടും മോശമല്ലെന്ന് തെളിയിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണെന്നും CPM-ന്റെ മുഖപത്രത്തിൽ ഇന്ന് കുറ്റപ്പെടുത്തലുണ്ടായി. ഭരണഘടനാ പദവിയെ രാഷ്ട്രീയ പ്രചാരണത്തിൽ ഉപയോഗിക്കുന്നു, ഇത് ഭരണഘടനാ ലംഘനമാണ്, ഭരണഘടനാ പദവിയെ നഗ്നമായി ലംഘിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ ഇന്ന് വിമർശനമായി വന്നിട്ടുണ്ട്. അപ്പോൾ LDF-ന്റെയും CPM-ന്റെയും നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാണ്. ഇനി ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന തുടർ നിലപാടും നിർണായകമാകും. അനുജ, അതെ, സർക്കാർ എന്ത് തുടർ നിലപാടെടുക്കുന്നു, ഒപ്പം തന്നെ രാജ്ഭവൻ ഇതിൽ പ്രോട്ടോകോൾ ലംഘനം എന്നതിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ തരത്തിലേക്ക് ഒരു അതൃപ്തി ഔദ്യോഗികമായി തന്നെ അറിയിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി അറിയാനിരിക്കുന്നത്.